ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ അരിയും ഉഴുന്നും ഉലുവയും കൂടി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു 4 മണിക്കൂറൊക്കെ നന്നായി കുതിർത്തതിന് ശേഷം അരച്ചെടുത്തത് മാവാണ്. അതായത് ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ നമ്മൾ അരയ്ക്കുന്ന മാവ്. ഇതിൽ എന്താണ് ഇട്ട് കലക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചപ്പാത്തി കോലാണ്, ചപ്പാത്തി പരത്തുന്ന ആ ഒരു കോല്. ഈ കോല് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ മാവ് അരച്ച് കഴിഞ്ഞ് അതിനെ ഇതുപോലെ ഒന്ന് പതപ്പിക്കണം എന്നാണ് പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന ഒരു ടിപ്പാണ് ഇത്. നന്നായിട്ട് ഇങ്ങനെ അടിച്ച് നല്ലപോലെ ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഇളക്കുമ്പോൾ ഇതൊന്ന് പതഞ്ഞ് വരും. അത് അത്യാവശ്യം ഒന്ന് പതഞ്ഞതിന് ശേഷം മാവ് അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ തുറക്കുമ്പോൾ സാധാരണ നമ്മൾ അടച്ചു വെച്ചിട്ട് തുറക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കും, നല്ലപോലെ പൊങ്ങിയിട്ടുണ്ടാകും. ഈ മാവിനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട്, എത്ര തന്നെ അരി കൊള്ളില്ല എങ്കിലും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലാവുമെന്ന് പറയണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പഞ്ഞി പോലെ തന്നെ ഉണ്ടാവും. ഇത് ഈ ഒരു കോല് വെച്ച് കലക്കുന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്നൊരു മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിയും ഉഴുന്നും അരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.